അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലാണ്. അവരെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുക. എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് CPMന് ഈ വിഷയത്തിൽ. ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി പോലും എടുക്കുന്നില്ല, പേടിച്ചിട്ടാണ്. കാരണം അവർ മൊഴി കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ്. ശബരിമലയിലെ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു, പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. ഇപ്പത് DIG DGPക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. ജയിലിൽ DIGയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചുകൊണ്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു. ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ത്തിവെക്കുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ. ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത്, പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതെല്ലാം ഇപ്പൊ പുറത്തു വരികയാണ്. പോലീസിൽ എന്താ നടക്കുന്നത്, ജയിലിൽ എന്താ നടക്കുന്നത്. ഞങ്ങൾ നിയമസഭയിലടക്കം, നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യം ആരോപണം ഉന്നയിച്ചു. അവർക്ക് ചില പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക്, കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ്, പരോളിലാണ്. ഇപ്പം എങ്ങനെയാണ് പരോള് കിട്ടുന്നതെന്ന് ഇപ്പം പുറത്തു വന്നില്ലേ. ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോള് കിട്ടുന്നത് എങ്ങനെയാണ്? നിയമവിരുദ്ധമായ രീതിയിലാണ്. അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു. ആ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു. എന്താ പോലീസിൽ നടക്കുന്നത്? ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ടാണെങ്കിലും ജയിലുകളിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണെങ്കിലും ഇതിനു മുമ്പ് പ്രതിപക്ഷം പറഞ്ഞതാണ് ശരിവെക്കുന്നത്.